പ്രിയമുള്ളവരെ, പന്തക്കുസ്ത തിരുനാളിന് ഇനി 2 ദിവസങ്ങൾ കൂടി മാത്രം. ഈ ദിവസങ്ങളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാവിൻ്റെ വരവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ, ഞങ്ങളെ ഭരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിലെല്ലാം വന്ന് നിറയട്ടെ. കൃപയിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, പ്രാർത്ഥനാ വരം നൽകണമേ, കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ, പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് മഹത്വത്തിൻ്റെ വലിയ സാന്നിധ്യമായി, മഹത്വത്തിൻ്റെ മേഘമായി ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെയും ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കളൊക്കെ പരിശുദ്ധാത്മാവിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മക്കളെ ഏറ്റെടുക്കണമേ. അവരുടെ ബുദ്ധി, മനസ്സ്, ചിന്തകൾ, ഭാവന, ഓർമ്മ എല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നിയന്ത്രിക്കട്ടെ. ഇനിയുള്ള 2 ദിവസം നമുക്കെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ വരവിനായിട്ട്, അവിടുത്തെ വരദാന ഫലങ്ങൾക്കായിട്ട്, കൃപയ്ക്കായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലൂക്ക 1:35 നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഈ വചനം നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഇനിയുള്ള 2 ദിവസങ്ങളിൽ ഈ വചനം പഠിച്ച് എല്ലാവരും എപ്പോഴും ഇതുരുവിട്ടുകൊണ്ട് നടക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ എല്ലാ മക്കളും, ജീവിതങ്ങളും, കുടുംബങ്ങളും ഒക്കെ നിറയപ്പെടാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നമുക്കൊന്നുകൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. കുഞ്ഞുങ്ങളൊക്കെ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ബുദ്ധിയെ, മനസ്സിനെയൊക്കെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കട്ടെ. അവധിയൊക്കെ കഴിഞ്ഞ് ഇനി പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കുഞ്ഞുങ്ങൾ ഒരുങ്ങിയിരിക്കുമ്പോൾ നിങ്ങളുടെ പഠന മേഖലകളെയൊക്കെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരിക്കൽ കൂടി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ആമേൻ.